അല്ല, ഇവിടുന്ന് ഓടി സുപ്രീം കോടതിയിലോട്ട് അവിടെ എത്തിയപ്പോൾ എന്താ സുപ്രീം കോടതി പോയത് എന്തിനാ? സുപ്രീം കോടതി പോയത് ഞങ്ങൾ അമുസ്ലിം അംഗങ്ങളെ വെച്ചോളാം, ദയവേത് ഇതൊന്ന് നിലനിർത്തി തന്നാൽ മതി. അതായത് നിയമം പാലിക്കാത്താണ് വിഷയങ്ങൾ ഞങ്ങളെ സ്ഥാനത്തിനൊന്നും പറ്റരുത്, നിയമം പാലിക്കാത്താണ് വിഷയങ്ങൾ, ഞങ്ങൾ ആ നിയമം പാലിച്ചോളാം, ആരാച്ച വെച്ചോളാം. സെക്ഷൻ 14 പാലിക്കാം. ഈ ഹർജികളൊക്കെ നിങ്ങൾ തള്ളണം എന്നാണ് ആര് പറഞ്ഞത്? ഈ പറഞ്ഞ സുപ്രീം കോടതി പോയ ആളുകൾ പറഞ്ഞത്, വഖഫ് ബോർഡിൻ്റെ നിലവിലുള്ള പ്രതിനിധികൾ. അത് തന്നെയാണ് ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ളൂ, ഹർജികൾ തള്ളണം, ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചോളാന്നേ. സർക്കാരും വളരെ സിമ്പിളാണ് ഈ കാര്യം. പിണറായി വിജയൻ പറയുന്നത് മുസ്ലിം അംഗങ്ങളെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് UDF എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് ഇത് പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തും പറയാന്നുള്ള നിലയിലെത്തി. ഇപ്പോൾ PM ശ്രീക്കും വഖഫ് ഭേദഗതി നിയമത്തിനൊക്കെ UDF പരവതാനി വിരിച്ചു എന്നാണ്. സത്യത്തിൽ PM ശ്രീക്ക് പരവതാനി വിരിച്ചത് ആരാന്ന് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞതുപോലെയുള്ള സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കോടിയേരി ബാലകൃഷ്ണനാണ്. പുള്ളിയുടെ സർക്കാരിനെ ആദ്യം നടപ്പിലാക്കി. ഇന്ത്യക്ക് മാതൃകയായി കേരളം. UDF സർക്കാർ വന്നിട്ട് 2 മാസം കഴിഞ്ഞു, ഇപ്പോൾ 3ാമത്തെ മാസത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗും UDFും ആത്മാർത്ഥത കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓരോ വിഷയങ്ങൾ. ഇപ്പോഴത്തെ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ KS ഹംസ, വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി മുക്കം, അവരൊക്കെ സുപ്രീം കോടതി വരെ കയറി ഇറങ്ങുകയാണ്. ആക്ച്വലി എന്താണ് ഇവരുടെ ആവശ്യം? ഇവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തണം എന്നാണോ, അല്ലെങ്കിൽ വഖഫ് ബോർഡ് മുസ്ലിം അംഗങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നാണോ? എന്താണ് ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കം? ഇതിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് 2026 ഫെബ്രുവരി 4-നാണ് ഈ കഴിഞ്ഞ സർക്കാർ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അതായത് അവരിറങ്ങിപ്പോകാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, മാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്താണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. അതായത് കേന്ദ്രത്തിൽ വഖഫ് നിയമ ഭേദഗതി സർക്കാർ പാസ്സാക്കിയതിന് ശേഷം വരുന്ന സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ വഖഫ് ബോർഡ്, അതായത് ആ നിയമത്തെ പിൻപറ്റി വരുന്ന ആദ്യത്തെ വഖഫ് ബോർഡ് കേരളത്തിലാണ്. അതെ. അപ്പോൾ ആ നിയമം പാലിക്കാതെ ഒരു കാരണവശാലും ആ ബോർഡ് വരാൻ കഴിയില്ല. അപ്പോൾ ആ നിയമം എത്രത്തോളം അവർ പാലിച്ചില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മോദി സർക്കാർ കൊണ്ടുവന്ന നിയമം അതുപോലെ പിൻപറ്റി അങ്ങനെയാണ് ഈ ബോർഡും വരുന്നത്. അതിലേറ്റവും പ്രധാനം ഈ മുത്തവല്ലിമാരുടെ പ്രതിനിധികൾക്ക് മത്സരിക്കാൻ അവസരം നിഷേധിച്ചു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ പതിറ്റാണ്ടുകളായിട്ട് വഖഫ് ബോർഡിലുണ്ടായിരുന്നു. അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, കേന്ദ്ര നയത്തെ അതേപോലെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ 9 പേരെയാണ് നോമിനേറ്റ് ചെയ്ത്, 2 പേരെ നോമിനേഷൻ എന്ത് ചെയ്തു, പെൻഡിങ്ങിൽ വെച്ചു. അപ്പോൾ ആ 2 പേർ എന്ന് പറയുന്നത് അമുസ്ലിം മെമ്പേഴ്സാണ്. അവരെ നിയമിക്കുക എന്നുള്ളത് നിയമപ്രകാരം അനിവാര്യമായ കാര്യവുമാണ്. ഇവിടെ സഖാക്കളും അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം അംഗങ്ങളെ നിയമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് മുസ്ലിം അംഗങ്ങളെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് UDF എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് ഇത് പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തും പറയാന്നുള്ള നിലയിലെത്തി. ഇവിടെ ഈ കഴിഞ്ഞ എൻ്റെ അടുത്ത് അതിൻ്റെ കോപ്പി ഉണ്ട്. അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റിൻ്റെ കോപ്പി. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദി അപ്പോയിൻമെൻറ്റ് ഓഫ് റിമൈനിങ് 2 മെമ്പേഴ്സ് ഷാൾ ബി മെയ്ഡ് ഷോർട്ട്ലി. അതായത് എത്രയും പെട്ടെന്ന് ഈ 2 അംഗങ്ങളെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തും. ഈ 2 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം അംഗങ്ങളാണ്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ, അല്ലെ ഇപ്പോൾ തന്നെ പത്രക്കാർ KS ഹംസയോട് ചോദിക്കുന്നുണ്ട്, ഈ 2 മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതിന് പുള്ളി മറുപടി പറയുന്നില്ല. അല്ല, അത് ഫേസ്ബുക്കിൽ ഞാൻ ഒരു ട്രോള് ഇട്ടത് കണ്ടു. ഏതോ ഒരു ബാഹുബലി ഭാഷയിലൊക്കെ മുമ്പിൽ മറുപടി പറയുന്ന പോലെ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മുമ്പിൽ അതിന് മറുപടി പറയുന്നില്ല. അതെ. അപ്പോൾ ഇവിടെ പിണറായി ദേശാഭിമാനിലൊക്കെ സുപ്രഭാതത്തിലൊക്കെ ലേഖനം എഴുതുന്നത് 2 ദിവസം മുമ്പ്. അതിലും അദ്ദേഹം പറയുന്നത് PM ശ്രീക്കും വഖഫ് ഭേദഗതി നിയമത്തിനൊക്കെ UDF പരവതാനി വിരിച്ചു എന്നാണ്.
സത്യത്തിൽ PM ശ്രീക്ക് പരവധാനി വിരിച്ചത് ആരാന്ന് എല്ലാവർക്കും അറിയാം. LDF സർക്കാർ ഒപ്പുവെച്ച MOUൻ്റെ ഇടങ്ങേറിലാണ് ഇപ്പോൾ UDF എങ്ങനെയെങ്കിലും അന്ന് എങ്ങനെ ആ കെണിയിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കുക ഉള്ളൊരു ശ്രമത്തിലാണ്. ഇപ്പോൾ ശരിക്കും ഈ KS ഹംസക്കും ടീമിനും എത്ര വർഷം ഈ കാലാവധി ഉണ്ട് എന്നാണ് ശരിക്കും? അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള നിലക്ക് അതിനൊരു 6 വർഷത്തെ കാലാവധിയാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ സക്കീർ ഹുസൈൻ ആയിരുന്നല്ലോ ഓൾറെഡി, പുള്ളി റിസൈൻ ചെയ്ത് മത്സരിക്കാൻ പോയതാണല്ലോ. അതെ, ഇവർ മാന്യമായിട്ട് രാജിവെക്കുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ആകെ 1-2 മാസമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. അപ്പോൾ ഇതിൽ ഷാഫി ആദ്യം പറഞ്ഞ ഒരു സംഗതി തന്നെയാണുള്ളത് പ്രധാനമായിട്ടും. അതായത് പുനഃസംഘടിപ്പിക്കാനുള്ള അനുമതി കിട്ടിയാൽ തെറിച്ചു പോകും അവരുടെ സ്ഥാനമാനങ്ങൾ. സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി അതിനുള്ള അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിലേറ്റവും വലിയ തമാശ, ഇപ്പോൾ വഖഫിൻ്റെ പേരിൽ മുസ്ലിം വികാരം അളക്കാൻ വേണ്ടി ശ്രമിക്കുന്ന P. രാജീവ്, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടിട്ട്, അതായത് ഇതിനകത്ത് കൈവച്ചത്. വലിയ പ്രക്ഷോഭങ്ങൾ നടന്നതല്ലേ, നമുക്കറിയാവുന്ന ലീഗിൻ്റെയൊക്കെ വലിയ പ്രക്ഷോഭം നടന്നതാണ്. അവരാണിപ്പോൾ വലിയ പിന്നെ സംരക്ഷകരായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ വഖഫ് നിയമം വന്നതിന് ശേഷം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് ഇടത് സർക്കാരാണെന്നുള്ളത്. പിന്നെ ഇവർ ചോദിക്കുന്നത് കേന്ദ്രം അങ്ങനെ നിയമം പാസ്സാക്കിയെന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ടോ? നമുക്ക് മറ്റു നിയമം നമുക്കറിയാം, സാമ്പത്തിക സംവരണം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. വേറെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പ്, അതായത് PM ശ്രീക്ക് മുമ്പ് PM ഉഷ നടപ്പാക്കി. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കോടിയേരി ബാലകൃഷ്ണനാണ്. പുള്ളിൻ്റെ സർക്കാരിനെ ആദ്യം നടപ്പിലാക്കി. ഇന്ത്യക്ക് മാതൃകയായി കേരളം. അപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ ചെയ്തത് പിന്നെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട രൂപീകരണ ഉത്തരവിൽ പിന്നീട് നിയമിക്കും എന്നറിയിച്ചു. ഏത്? അതായത് മുസ്ലിമേതര പ്രതിനിധികൾ. അതിലൊരിക്കലും ഞങ്ങൾ നിയമിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, പിന്നീട് നിയമിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് പിന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഒരാളും ബാർ കൗൺസിലിൽ നിന്ന് ഒരാളും ഈ മുസ്ലിമേതര മെമ്പർമാരുണ്ടാകും. ഇപ്പോൾ ബാർ കൗൺസിൽ ഇലക്ഷൻ നടക്കുകയാണ്, അതുകൊണ്ട് അങ്ങനെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇതിനെതിരെ 4 ഹർജികൾ വന്നു. അവിടെയാണ് വിഷയം. അതായത് ഒന്നാമത് ഇതിന് നോൺ മുസ്ലിംസ് ഇല്ല എന്നുള്ള ഒരു ഹർജി, അതുപോലെ തന്നെ ഷിയ സമുദായത്തിനകത്തെ ഷിയ വിഭാഗത്തിൽ നിന്നും, ബോറ വിഭാഗത്തിൽ നിന്ന്, ആഗാഖാനി വിഭാഗത്തിൽ നിന്ന്, അതുപോലെ തന്നെ പിന്നോക്ക മുസ്ലിം, ഈ പിന്നെ 4 വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളില്ല എന്നുള്ളൊരു സാധനം. മറ്റൊന്ന് സെക്ഷൻ 14 പാലിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് പിന്നെ സുന്നി ഷിയ പിന്നോക്ക പ്രതിനിധികൾ ഉണ്ടാവണം, 2 മുസ്ലിം വനിതകൾ ഉണ്ടാകണം, മുസ്ലിമേതര അംഗങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം. പിന്നെ 4ാമത്തെ ഹർജി പിന്നെ ഇതിൽ യോഗ്യതയില്ലാത്തവരും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ ഹർജികളൊക്കെ പരിശോധിച്ചിട്ട് ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം എന്നാണ് സർക്കാർ പറഞ്ഞത്. അതായത് ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ഇടത് സർക്കാർ നിയമിച്ച വഖഫ് ബോർഡിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പുനഃസംഘടിപ്പിച്ച് ശരിയാക്കി കൊള്ളാം എന്ന് മാത്രമേ UDF പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഈ ഷോൺ ജോർജ് അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെ, ബേജാറ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഈ മുസ്ലിം വികാരമുണർത്തുന്നതിന് വേണ്ടി പറഞ്ഞ സംഗതി കള്ളമാണ് എന്നുള്ളതിന് രേഖകൾ തെളിവാണ്. ഏത്? മുസ്ലിമേതര അംഗങ്ങളെ നിയമിക്കില്ല എന്ന് ഇടത് സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞത് അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ വെച്ചോളാം. അല്ല, ഇവിടുന്ന് ഓടി സുപ്രീം കോടതിയിലോട്ട്. അവിടെ സുപ്രീം കോടതി പോയത് എന്തിനാ? സുപ്രീം കോടതി പോയത് ഞങ്ങൾ അമുസ്ലിം അംഗങ്ങളെ വെച്ചോളാം, ദയവേത് ഇത് നിലനിർത്തി തന്നാൽ മതി. അതായത് നിയമം പാലിക്കാത്താണ് വിഷയങ്ങൾ ഞങ്ങളെ സ്ഥാനത്തിനൊന്നും പറ്റരുത്. നിയമം പാലിക്കാത്താണ് വിഷയങ്ങൾ, ഞങ്ങൾ ആ നിയമം പാലിച്ചോളാം, ആരാച്ച വെച്ചോളാം. സെക്ഷൻ 14 പാലിക്കാം. ഈ ഹർജികളൊക്കെ നിങ്ങൾ തള്ളണം എന്നാണ് ആര് പറഞ്ഞത്? ഈ പറഞ്ഞ സുപ്രീം കോടതി പോയ ആളുകൾ പറഞ്ഞത്, വഖഫ് ബോർഡിൻ്റെ നിലവിലുള്ള പ്രതിനിധികൾ. അത് തന്നെയാണ് ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ളൂ. ഹർജികൾ തള്ളണം, ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചോളാന്നേ. സർക്കാരും വളരെ സിമ്പിളാണ് ഈ കാര്യം. അതായത് ഈ ഹർജികൾ തള്ളണം എന്ന സർക്കാരിൻ്റെ, നിലവിലുള്ള UDF സർക്കാരിൻ്റെ അതേ ആവശ്യമാണ് പിന്നെ ഈ വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ പിന്നെ ഉന്നയിച്ചെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ അമുസ്ലിം അംഗങ്ങളെ വെച്ചില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനുത്തരം ഇലക്ഷൻ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അത്ര
തിരക്ക് പിടിച്ചിട്ട് പിന്നെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും അതിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുകയും ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു അത്. അത്രേ ഉള്ളൂ. അതായത് പിന്നെ അമുസ്ലിം അംഗങ്ങളെ വെച്ച് മാത്രമല്ല സെഷൻ 14 പാലിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം തരണം. ഇത്രേ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിലവിലുള്ള ഈ ഹർജികൾ തള്ളിയിട്ട് ഇത് പുനഃസംഘടിപ്പിക്കാനുള്ള അവസരം തരണമെന്നേ UDF പറഞ്ഞിട്ടുള്ളൂ. വഖഫ് ഭേദഗതി നിയമം ലോക്സഭയും രാജ്യസഭയും എല്ലാം പാസ്സാക്കിയതാണ്. മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള മെമ്പർമാരുടെയൊക്കെ വിയോജിപ്പോടെ കൂടിയാണ് അത് പാസ്സാക്കിയത്. പക്ഷേ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിലനിൽപ്പിനെ. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള അമെൻമെൻറ്റിൽ കൊണ്ടുവന്ന പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് അമുസ്ലിം അംഗങ്ങളെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ടോ? ശരിക്കും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട വിഷയമല്ലേ? നേർക്കുള്ള ഉത്തരം ഇല്ല എന്നാണ്. അതായത് ഇപ്പോൾ കേന്ദ്ര വഖഫ് കൗൺസിൽ, സംസ്ഥാന വഖഫ് ബോർഡ് ഇതിലേക്കുള്ള നിയമനങ്ങളിൽ പിന്നെ ഈ വ്യവസ്ഥകൾ, ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൻ്റെ ഭേദഗതിയുടെ വ്യവസ്ഥകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് നിലവിൽ പിന്നെ സുപ്രീം കോടതിയിൽ അത് പിന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നതിന് അന്തിമമായിട്ടുള്ളൊരു വിധി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ ഭരണഘടനാ ഹർജികളാണ്. അത് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സുപ്രീം കോടതി ഇങ്ങനെ ഈ നിയമം പാലിക്കാതെ ബോർഡുകൾ ഉണ്ടാക്കിയാൽ പോലും പെട്ടെന്ന് അതിന് എന്ത് ചെയ്യില്ല, അതിനെ പിന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു സംഗതി വരില്ല. കാരണം എന്താ വെച്ചാൽ നിലവിൽ പിന്നെ ഒരുപാട് കക്ഷികളുടെ ഹർജികൾ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിഗണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടക്കാല വിധികളാണ് പ്രാബല്യത്തിലുണ്ടാവുക. അതായത് ഇതിൻ്റെ ഭരണഘടനാ സാധുതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടുന്ന ഹർജികൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നിലവിലുള്ള ബോർഡുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ബോർഡുകളാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഈ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കണം എന്ന ഒരു വാശിയിലേക്ക് സംസ്ഥാന വഖഫ് ബോർഡ് അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ച് പുതിയൊരു വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിച്ച് കൊണ്ടുവരട്ടെ. അതിൽ അർഹരായ എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടട്ടെ. ഈ സ്ഥാനമോഹികളും അവസരമോഹികളും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. താങ്ക് യു.